നമസ്കാരം. ജാതക കഥകളിലെ 94-ാമത്തെ കഥ നന്മയുള്ള മനുഷ്യൻ. വാരണാസിയിലെ രാജാവായിരുന്നു യശപാണി. ധർമ്മധ്വജൻ എന്ന പേരിൽ ബ്രാഹ്മണനായി ജനിച്ച ബോധിസത്വനായിരുന്നു രാജപുരോഹിതൻ. കാളകനായിരുന്നു സേനാനായകൻ. അയാൾ അഴിമതിക്കാരനും ജനങ്ങളെ ദ്രോഹിക്കുന്നവനുമായിരുന്നു. രാജാവിനെ കാണാനെത്തുന്നവരിൽ നിന്ന് കൈക്കൂലി വാങ്ങി കാര്യം നടത്തിക്കൊടുക്കുകയായിരുന്നു കാളകൻ്റെ പതിവ്. ഒരു ദിവസം പ്രജകളിലൊരാൾ രാജാവിൻ്റെ അടുത്ത് സങ്കടം ബോധിപ്പിക്കാൻ എത്തി. കാളകൻ മറുകക്ഷിയോട് കൈക്കൂലി വാങ്ങിക്കൊണ്ട് പരാതിക്കാരന് ദോഷകരമായി വിധി പ്രഖ്യാപിച്ചു. അയാൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയപ്പോഴാണ് ധർമ്മധ്വജനെ കണ്ടത്. അയാൾ തൻ്റെ സങ്കടമെല്ലാം ധർമ്മധ്വജനോട് പറഞ്ഞു. ധർമ്മധ്വജൻ ആ പരാതി കേട്ട് നീതിപൂർവം വിധി കൽപ്പിച്ചു. അത് പരാതിക്കാരന് അനുകൂലമായി. സദസ്സിലുണ്ടായിരുന്ന ജനങ്ങൾ ആർത്ത് വിളിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. ബഹളം കേട്ട് എന്താണ് കാര്യമെന്ന് രാജാവ് അന്വേഷിച്ചു. സേവകന്മാർ നടന്ന കാര്യമെല്ലാം അറിയിച്ചു. ഉടനെ രാജാവ് ബോധിസത്വനെ ആളയച്ച് വരുത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് നീതിപൂർവകമായ വിധി കൽപ്പിച്ചത് നന്നായി. ഇനി പരാതികളെല്ലാം അങ്ങ് തന്നെ കേട്ട് തീർപ്പുണ്ടാക്കിക്കൊള്ളൂ. അങ്ങനെ ധർമ്മധ്വജൻ ന്യായാധിപനായി. അതോടെ കാളകന് ആരും കൈക്കൂലി കൊടുക്കാതായി. അയാൾക്ക് അടക്കാനാവാത്ത അമർഷമുണ്ടായി. ധർമ്മധ്വജനോട് കടുത്ത വിരോധവും. പലകുറി അയാൾ ധർമ്മധ്വജനെക്കുറിച്ച് രാജാവിൻ്റെ അടുത്ത് ഏഷണി പറഞ്ഞു നോക്കി. പക്ഷെ ഒന്നും ഫലിച്ചില്ല. ഒരു ദിവസം കാളകൻ രാജാവിനോട് പറഞ്ഞു, പ്രഭോ, ധർമ്മധ്വജൻ അതിമോഹിയാണ്. അങ്ങയുടെ രാജ്യം തന്നെ കൈക്കലാക്കാനാണ് അവൻ്റെ പരിപാടി. അതാ നോക്കൂ, അയാളുടെ കൂടെ എന്തുമാത്രം ജനങ്ങളാണ്. അതെല്ലാം അവൻ്റെ ഭടന്മാരാണ്. ധർമ്മധ്വജൻ നീതിമണ്ഡപത്തിലേക്ക് പോകുന്നത് രാജാവ് ശ്രദ്ധിച്ചു. ശരിയാണ്, ധർമ്മധ്വജൻ്റെ പുറകെ വലിയൊരു ജനക്കൂട്ടമുണ്ട്. വാസ്തവത്തിൽ ധർമ്മധ്വജൻ്റെ നീതിപൂർവകമായ വിധിപ്രസ്താവം കേൾക്കാനേ എത്തിയവരായിരുന്നു ആ ജനക്കൂട്ടം. അത് കണ്ടപ്പോൾ രാജാവിനും സംശയമായി. കാളകൻ പറയുന്നതൊക്കെ ശരിയാണോ? ധാരാളം ആളുകൾ പുരോഹിതൻ്റെ കൂടെയുണ്ടല്ലോ. അവനെൻ്റെ രാജ്യം കൈവശപ്പെടുത്തുമോ? ഈ ചിന്തയോടുകൂടി രാജാവ് കാളകനോട് ചോദിച്ചു, കാളക, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? അയാളെ കൊല്ലുകയാണ് എളുപ്പവഴി, കാളകൻ പറഞ്ഞു. ഒരു കാരണവുമില്ലാതെ ഒരാളെ കൊല്ലുന്നതെങ്ങനെ? രാജാവ് ചോദിച്ചു. അതിന് വഴിയുണ്ട്. അയാളെ കൊണ്ട് സാധ്യമല്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്യാൻ കൽപ്പിക്കുക. കാര്യം നടന്നില്ലെങ്കിൽ കൊല്ലുക, അത്ര തന്നെ. പിന്നെ അതിനുള്ള തന്ത്രവും കാളകൻ ഉപദേശിച്ചു. ഒരു പൂന്തോട്ടം നിർമ്മിച്ചു തരാൻ ധർമ്മധ്വജനോട് കൽപ്പിക്കുക, നാളെ തന്നെ. അല്ലെങ്കിൽ വധശിക്ഷയാണ് എന്ന് പറയണം. സാധാരണഗതിയിൽ പൂന്തോട്ടം നട്ടുവളർത്തിയെടുക്കാൻ 3-4 കൊല്ലം വേണ്ടി വരും. നാളെ തന്നെ കാര്യം നടക്കുകയില്ലെന്ന് ഉറപ്പാണ്. നമുക്ക് അയാളെ കൊല്ലുകയും ചെയ്യാം. രാജാവ് ധർമ്മധ്വജനെ വിളിച്ച് കാളകൻ പറഞ്ഞതുപോലെ കൽപ്പിച്ചു. കേട്ടപ്പോഴേ ഇതിന് പിന്നിൽ കാളകനാണെന്ന് ധർമ്മധ്വജന് മനസ്സിലായി. ധർമ്മധ്വജൻ വീട്ടിലെത്തി. എന്താണ് പോംവഴി എന്ന് ആലോചിച്ചുകൊണ്ട് കിടന്നു. രാത്രിയായി. അപ്പോൾ ദേവന്മാരുടെ രാജാവായ ശക്രൻ പ്രത്യക്ഷപ്പെട്ടു. മഹാബ്രാഹ്മണ, താങ്കൾ എന്താണ് ആലോചിക്കുന്നത്? ശക്രൻ ചോദിച്ചു. നാളെ രാവിലെ ആകുമ്പോഴേക്കും രാജാവിന് പുതിയൊരു പൂന്തോട്ടമുണ്ടാക്കി കൊടുക്കണം. അതിനെന്താണ് വഴിയെന്ന് ആലോചിക്കുകയാണ്. ധർമ്മധ്വജൻ പറഞ്ഞു. അത്രയുള്ളോ? സ്വർഗത്തിലെ നന്ദനോദ്യാനം പോലെയുള്ള ഒരു പൂന്തോട്ടം ഇപ്പോൾ തന്നെ സൃഷ്ടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശക്രൻ ഉടൻ തന്നെ മനോഹരമായ പൂന്തോട്ടം നിർമ്മിച്ചു കൊടുത്തു. പിറ്റേന്ന് പൂന്തോട്ടം കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം കാളകനോട് പറഞ്ഞു, ആ കള്ള പുരോഹിതൻ നമ്മളെ പറ്റിച്ചല്ലോ. ഒറ്റ രാത്രി കൊണ്ട് ഇത്ര നല്ല പൂന്തോട്ടം നിർമ്മിച്ചവന് അങ്ങയുടെ രാജ്യം പിടിച്ചെടുക്കാൻ എന്താണ് പ്രയാസം? എന്നായി കാളകൻ. ഇത് കേട്ട് രാജാവ് കൂടുതൽ പേടിച്ചു. ഇനി എന്താണൊരു വഴി? അദ്ദേഹം ചോദിച്ചു. 7 തരം രത്നങ്ങൾ കൊണ്ട് പടുത്ത കുളം പൂന്തോട്ടത്തിനടുത്ത് ചേർന്ന് നിർമ്മിക്കാൻ കൽപ്പിക്കൂ, കാളകൻ ഉപദേശിച്ചു. രാജാവ് അപ്രകാരം കൽപ്പിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ശക്രൻ രത്നം പതിച്ച പടവുകളുള്ള കുളം നിർമ്മിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അതിന് ചേർന്ന് ഒരു മണിമാളിക നിർമ്മിക്കണമെന്നായി രാജാവ്. അതും ശക്രൻ സാധിച്ചു കൊടുത്തു. ഇത്രയുമായപ്പോൾ രാജാവ് കാളകനോട് പറഞ്ഞു,
കാളക, ഇയാൾക്കെന്തോ ദിവ്യത്വമുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതൊന്നും സാധിക്കുകയില്ല. ഇനി ഇയാളെ തോൽപ്പിക്കാൻ എന്താണൊരു വഴി? പ്രഭു, വഴിയുണ്ട്. ദേവന്മാർക്ക് പോലും 4 ഗുണങ്ങളും തികഞ്ഞ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനാവില്ല. അതിനാൽ ഈ പുരോഹിതനോട് അത്തരം ഒരാളെ ഈ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനായി തരാൻ പറയൂ. രാജാവ് ധർമ്മധ്വജനെ വിളിച്ച് പുതിയ ആവശ്യം അറിയിച്ചു. അദ്ദേഹം നേരെ വനത്തിലേക്ക് പോയി ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ ശക്രൻ പ്രത്യക്ഷപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് അങ്ങ് ധ്യാനിക്കുന്നത്? ശക്രൻ ചോദിച്ചു. 4 ഗുണങ്ങളും തികഞ്ഞ ഒരു കാവൽക്കാരനെ വേണം. ബ്രാഹ്മണ, ശക്രൻ പറഞ്ഞു, ദേവന്മാർക്ക് പോലും അങ്ങനെ ഒരാളെ സൃഷ്ടിക്കാനാവില്ല. കൊട്ടാരത്തിലെ തട്ടാൻ നന്മകൾ തികഞ്ഞവനാണ്, അയാളെ കാവൽക്കാരനാക്കൂ. ധർമ്മധ്വജൻ കൊട്ടാരത്തിലേക്ക് പോയി. വാതിൽക്കൽ വെച്ച് തട്ടാനെ കണ്ടു. അയാളെ വിളിച്ചുകൊണ്ട് രാജാവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, പ്രഭു, ഇതാ 4 ഗുണമുള്ള കാവൽക്കാരൻ. രാജാവ് ചോദിച്ചു, ഇത് നമ്മുടെ കൊട്ടാരത്തിലെ തട്ടാനല്ലേ? ഇയാൾക്ക് 4 ഗുണങ്ങളുണ്ടോ? എന്തൊക്കെയാണത്? അപ്പോൾ തട്ടാൻ മറുപടി പറഞ്ഞു, എനിക്ക് അസൂയയില്ല, മദ്യപാനമില്ല, ആഗ്രഹമില്ല, കോപമില്ല. നിനക്കാരോടും ഒട്ടും അസൂയയില്ലേ? രാജാവ് എടുത്തു ചോദിച്ചു. ഇല്ല പ്രഭു, തട്ടാൻ പറഞ്ഞു. ഞാനൊരു വിശുദ്ധനായ ഗുരുവിൻ്റെ അടുത്തു നിന്ന് ജ്ഞാനം നേടി. അതോടെ അസൂയയില്ലാതായി. എന്താണ് നീ മദ്യപിക്കാത്തത്? രാജാവ് ചോദിച്ചു. ഒരിക്കൽ മദ്യം കുടിച്ച് സ്വബോധം നഷ്ടപ്പെട്ട ഞാൻ എൻ്റെ മകൻ്റെ ഇറച്ചി തിന്നു. അതിൽ പിന്നെ ഞാൻ മദ്യം കുടിച്ചിട്ടില്ല. നിനക്കെങ്ങനെ ആഗ്രഹങ്ങളില്ലാതായി? രാജാവ് വീണ്ടും ചോദിച്ചു. ഞാൻ കിടവാസൻ എന്ന ശക്തനായ ഒരു രാജാവായിരുന്നു. എൻ്റെ മകൻ ഒരു ധർമ്മിഷ്ഠനായ ഭിക്ഷുവിൻ്റെ ഭിക്ഷാപാത്രം ഉടച്ചു കളഞ്ഞു. അതിൻ്റെ ഫലമായി മകൻ മരിച്ചു. അതോടെ എനിക്ക് ആഗ്രഹങ്ങളും ഇല്ലാതായി. നിനക്ക് കോപം വരാത്തതെന്താണ്? രാജാവ് അന്വേഷിച്ചു. ഞാൻ ധർമ്മശീലനായി 7 കൊല്ലം സംയമനം ശീലിച്ചു. 7 യുഗം സ്വർഗത്തിൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് കഴിഞ്ഞു. അങ്ങനെ കോപത്തിൽ നിന്ന് ഞാൻ വിമുക്തനായി. ഇതെല്ലാം കേട്ട രാജാവിന് ധർമ്മധ്വജൻ്റെ പേരിലുള്ള തെറ്റിദ്ധാരണ മാറി. അദ്ദേഹം കാളകൻ്റെ കള്ളത്തരങ്ങൾ തിരിച്ചറിഞ്ഞു. കാളകൻ കള്ളനാണ്, രാജാവ് പ്രഖ്യാപിച്ചു. ജനങ്ങൾ അയാളെ തല്ലിക്കൊന്ന് ചാണകക്കുണ്ടിൽ താഴ്ത്തി. പിന്നെ രാജാവ് ധർമ്മനിഷ്ഠയോടെ ദീർഘകാലം രാജ്യഭാരം നടത്തി. നന്ദി.